അധ്യായം 8 20 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഈച്ചകൾ വർദ്ധിക്കുന്നു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോ നദിയിലേക്ക് വരുമ്പോൾ അവൻ്റെ വഴിയിൽ കാത്തുനിന്ന് അവനോട് പറയണം, കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. എൻ്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും. അങ്ങനെ ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകളെ കൊണ്ട് നിറയും. അവർ നിൽക്കുന്ന സ്ഥലം പോലും ഈച്ചക്കൂട്ടങ്ങൾ പൊതിയും. എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന ഗോശെൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും. അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവ് എന്ന് നീ ഗ്രഹിക്കും. എൻ്റെ ജനത്തെ നിന്റെ ജനത്തിൽ നിന്ന് ഞാൻ വേർതിരിക്കും. ഈ അടയാളം നാളെ തന്നെ കാണപ്പെടും. കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു. ഫറവോയുടെയും സേവകരുടെയും ഭവനങ്ങൾ മാത്രമല്ല, ഈജിപ്ത് രാജ്യം മുഴുവൻ ഈച്ചകളുടെ കൂട്ടം കൊണ്ട് നിറഞ്ഞു. ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി. അപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ബലി അർപ്പിച്ചുകൊള്ളുവിൻ. മോശ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത്. തങ്ങൾക്ക് അരോചകമായ വസ്തുക്കൾ അവർ കാണെ ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ? കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ. അപ്പോൾ ഫറവോ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. മോശ ഫറവോയോട് പറഞ്ഞു, ഞാൻ ഉടനെ നിന്നെ വിട്ടുപോകുകയാണ്. ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകൾ നാളെ തന്നെ അകന്നു പോകണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ വിട്ടയക്കാതെ വീണ്ടും വഞ്ചനാപരമായി പെരുമാറാതിരുന്നാൽ മതി. മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് മോശയുടെ അപേക്ഷയനുസരിച്ച് പ്രവർത്തിച്ചു. ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അകറ്റി. ഒന്നുപോലും അവശേഷിച്ചില്ല. എന്നാൽ ഫറവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി. അവൻ ജനത്തെ വിട്ടയച്ചില്ല. കർത്താവിൻ്റെ വചനം.